ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റാണ്ട് എന്തിനെങ്കിലും സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ ഇപ്പം ചെയ്യണമെന്ന് ഒരുപാട് നേരം ആലോചിച്ചായിരുന്നു. കാരണം ഞാനിപ്പോൾ ഒരു ബിഗിനർ തന്നെയാണ്. എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഞാൻ ഇത് ഇപ്പൊ ചെയ്യാൻ തീരുമാനിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് ഒരു 5 വർഷം മുമ്പ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ സ്റ്റെക്കായി നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ജേണി തുടങ്ങിയപ്പോൾ എനിക്ക് അത്രയും സമയം വേസ്റ്റ് ആയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇതുപോലെ യൂട്യൂബ് ചാനൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ജേണി പതുക്കെ പോകുന്നുണ്ടല്ലോ. അപ്പൊ അത് കണ്ടിട്ട് എൻ്റെ 2-3 ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് അവർ ചാനൽ തുടങ്ങി അവരിപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇതേ അവസ്ഥയിൽ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണുമെന്ന് അറിയില്ല, എപ്പോഴെങ്കിലും ഇതൊരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. എൻ്റെ ഒരു കഥയിലോട്ട് വരികയാണെങ്കിൽ 2020 ഞാൻ ഈ ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അപ്പൊ തൊട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടേ ഇല്ല. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്നല്ലാതെ ഇതിലോട്ട് കടക്കാൻ എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വീഡിയോ ഇട്ടാൽ എന്താവും, നമ്മളെപ്പോലുള്ള ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 100 പേരെങ്കിലും കാണും. പക്ഷെ അതിന് വാല്യൂ ഉണ്ടെങ്കിലും അത് ബാക്കിയുള്ളവർ അറിഞ്ഞ അയ്യേ ഈ ഒരു 100 വ്യൂസിന് വേണ്ടിയിട്ടാണോ നീ വീഡിയോ ഇടുന്നത്, അങ്ങനെ എന്തെങ്കിലും അവർ ചിന്തിക്കുവോ, അല്ലെങ്കിൽ ആൾക്കാർ കളിയാക്കുവോ, അല്ലെങ്കിൽ എന്ത് തരം ടോപ്പിക്കാണ് നമ്മൾ ചെയ്യുക, പിന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോവാൻ പറ്റുമോ. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ വേറെ കുറെ അത് കഴിഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നിരുന്നത്. അത് 5 വർഷം ഞാൻ അങ്ങനെ ആ ടൈം വേസ്റ്റ് ആക്കി ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഓരോ വീഡിയോ നമ്മൾ ഇതുപോലെ ആൾക്കാരുടെ കാണും, മോട്ടിവേറ്റ് ആവും, ചെയ്യാന്ന് വിചാരിക്കും, ചെയ്യില്ല. അപ്പോൾ ഇനിയെങ്കിലും അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യരുത്. ഞാൻ ഈ കൊല്ലം മെയ് 20 കേട്ടോ എൻ്റെ ആദ്യ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലും ഇതെന്താവും, എങ്ങനെയാവും, തുടർന്ന് പോവാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഇട്ടത്. പക്ഷേ 1, 2, 3 വീഡിയോസ് നമുക്കതൊന്ന് ചെറിയ ചെറിയ റെസ്പോൺസ് കിട്ടുമ്പോൾ 100 വ്യൂ ആണെങ്കിലും പിന്നെ 200, 300, 400 ഇതിങ്ങനെ ഗ്രോ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേരിയേഷൻസും വരും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴും അതുപോലെ 1 സബ്സ്ക്രൈബർ, 2 സബ്സ്ക്രൈബർ, 3 സബ്സ്ക്രൈബർ ഒക്കെ ആയി കിട്ടുമ്പോൾ നമുക്കൊരു ബൂസ്റ്റ് വരും. നമ്മളെ ഓൾറെഡി നമുക്കിത് ചെയ്യാനുള്ള ഒരു ഫയർ നമുക്ക് വരും. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റാർട്ടിങ് ട്രബിളിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ അവിടെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതിലോട്ട് ഇറങ്ങി വരൂല്ല, വീഡിയോ ചെയ്യൂല. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന, അതായത് വലിയ ആളായിട്ടൊന്നും അല്ലാട്ടോ, അല്ലാണ്ട് ഏതെങ്കിലും ഫ്രണ്ട്സ് 1-2 പേരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യാണ്ട് നമ്മൾ അവിടെ നിന്ന് ചിന്തിക്കുന്നതിനേക്കാളും വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ആവും. നമ്മൾ അതിന്റെ ഇടയിൽ നമുക്ക് വ്യൂസ് കുറയണ സംഭവങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെക്കാളും ആൾക്കാരൊക്കെ ഉയർന്നു പോണതും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ അതൊന്നും നമ്മൾ ബോധേടാവരുത്. ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് വരും. ഇതിന് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണെന്നൊക്കെ നമ്മൾ മനസ്സിലാവണം. നമ്മളും ഡീമോട്ടിവേറ്റ് ആവും, ഞാനും ആവാറുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ആവാറുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന്റെ റിസൾട്ട് നോക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും റിസൾട്ട് കിട്ടും കേട്ടോ. ഇപ്പൊ വലുതായി എന്നല്ല, പക്ഷെ നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞു വീഡിയോ ക്ലിക്കായിട്ട് അതൊന്നും ഒരു 10 സബ്സ്ക്രൈബ്, എനിക്ക് അങ്ങനെയായിരുന്നു. ഞാൻ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാ. ഇത് സ്ലോലി ഇനി എത്ര കൊല്ലം എടുക്കും എനിക്ക് ഇനി അടുത്തൊരു ഇതിലേക്ക് എത്താമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിന് 1-2 സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയാൽ പോലും ഞാൻ ഹാപ്പിയാണ്. കാരണം അത് പുതിയ ആൾക്കാരാണ് നമ്മളിലേക്ക് വരുന്നത്, അല്ലെ. അപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാല്, നമ്മളിങ്ങനെ സ്റ്റെക്കായിട്ട് എന്ത് തുടങ്ങും, എന്തിടും, എന്താവും, നമ്മൾ വലിയ ഇതിലേക്കൊന്നും ചിലപ്പോൾ ചിന്തിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഭയങ്കര പെർഫെക്ഷൻ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം അത് ഇട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ചില ആൾക്കാരുടെ അടുത്ത് അങ്ങനെ പറയാറുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാനും അങ്ങനെയാണ് തുടങ്ങിയത്. അത് ഇട്ട് തുടങ്ങി നോക്കുക. അതിന്ന് നമുക്ക് കുറച്ച് റെസ്പോൺസ് കിട്ടുമ്പോൾ നമ്മൾ എന്തിലെങ്കിലും ഒന്ന് സ്റ്റിക്ക് ഓൺ ആവാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് എടുത്ത് അതിൽ പറ്റുന്ന പോലെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിന് മെയിൻ ആയിട്ടുള്ള കാര്യം കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. അതിന് നമ്മൾ മെനക്കെട്ടേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇതിലോട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫയർ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ്, ഒരു എന്താ പറയാ, നമുക്ക് ഇതിനോടുള്ള ഒരു ആത്മാർത്ഥത നമുക്ക് വരും. നമുക്ക് പണിയെടുക്കാൻ തോന്നും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഇതിലോട്ട് വരുന്നേ.
അപ്പോ അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇട്ടാൽ തന്നെ ഇതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു വീഡിയോ ഇട്ട് 2 വീഡിയോ, അതിപ്പോ വലിയ വലിയ ആൾക്കാർ പറഞ്ഞ പോലെ അത് തന്നെയാണ് ഇതിന്റെ തിയറി. അപ്പൊ ഇതിൽ ഭയങ്കര ക്ഷമ കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ നിങ്ങൾ ഈ ഒരു ജേണിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലായി നിങ്ങളോട്ട് വന്ന് ചേരും കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരിക്കലും സ്റ്റെക്കായിട്ട് നിൽക്കരുത്, ടൈം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറ അല്ലെങ്കിൽ ഫോണ്, എഡിറ്റിംഗ് ആപ്പ്, ഇൻഷോട്ടിലൊക്കെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ വലുതായിട്ടൊന്നും അല്ല കേട്ടോ, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ ഇൻഷോട്ടിൽ നിങ്ങൾക്ക് സാധാരണ എഡിറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വോയിസ് ഓവർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ വേണ്ടുള്ളൂ. പിന്നെ ഇപ്പോ അങ്ങനെ നമുക്ക് ഓൺ വോയിസിൽ കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അതല്ലാണ്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും കൂടിയൊക്കെ നമ്മളുടേതാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഓൺ വോയിസിൽ വീഡിയോസ് ഇടുന്നതൊക്കെ ആയിരിക്കും നല്ലത്. നമ്മൾ ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ കുറച്ച് ക്ലിപ്പ് എടുക്കുക, അത് നമുക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ വോയിസ് കൊടുക്കുക, ചെയ്യുക, അത്രേ ഉള്ളൂ ഇത്. അപ്പോൾ അത് നിങ്ങൾക്ക് 1, 2, 3 വീഡിയോസ് ഇട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് വരും. അതല്ലാണ്ട് നമ്മൾ മുമ്പത്തെ കുറെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കും. ഒരു 5 വർഷം കളഞ്ഞതിന്റെ വിഷമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കരുത് എന്നാണ് ഞാൻ എല്ലാവരോടും ഞാൻ പറയുക. കാരണം നമ്മൾ ഇതിന്റെ റിസൾട്ട് എന്നുള്ളതൊക്കെ പിന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാണരുത്. അതായത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഒക്കെ തന്നെയാണ്. ചിലവർക്ക് ഭാഗ്യവശാൽ പെട്ടെന്ന് കിട്ടും, ചിലവർ കുറെ ടൈം എടുക്കും. പക്ഷെ നമ്മൾ ഒന്നും ചിന്തിക്കാണ്ട്, ഞാൻ പറഞ്ഞത് ഇതിനോട് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവില്ലേ, റിസൾട്ടോ സബ്സ്ക്രൈബേഴ്സോ അങ്ങനെയൊന്നും അല്ല, അതൊക്കെ കിട്ടിയാൽ നമുക്ക് സന്തോഷം. എന്നാൽ പോലും എനിക്കുള്ള കഴിവ് അല്ലെങ്കിൽ എനിക്കും സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, പക്ഷേ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് എന്ന് ചിന്തിച്ച് ബാക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയണത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ബാക്കൗട്ട് ചെയ്യരുത്. നിങ്ങൾ ഇതിലോട്ട് ഇറങ്ങുക വേണം. പിന്നെ ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്താ പറയാ, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത്, അതൊന്നും നിങ്ങൾ ബോധേഡാവുക വേണ്ട. പല തരത്തിലുള്ള കമന്റ്സ് ഉണ്ടാവും, ചിരിച്ചോണ്ട് വിടുക. അതും നമുക്ക് നമ്മളെ വീഡിയോസിന് എൻഗേജ്മെന്റ് ആണ്. അത്തരം കമന്റ്സ് ഒക്കെ വരുന്നത് നല്ല കാര്യമാണ്. നമുക്ക് എന്ത് മോശപ്പെട്ട കാര്യങ്ങളോ അത്രയും മോശമൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റിപ്പോർട്ട് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ചിരിച്ചോണ്ട് വിടുക, എന്ത് ആൾക്കാർ വന്നും പറഞ്ഞോട്ടെ. അത് നമ്മൾ വീഡിയോ ഇടുക, നമ്മളെ കാര്യങ്ങൾ നോക്കുക, പോസിറ്റീവായിട്ട് അതിനെടുക്കുക. ഞാനും ഇതുപോലത്തെ കുറെ ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ട് അന്നത്തെ ദിവസം മോട്ടിവേറ്റ് ആയി. പിന്നെ ഞാൻ പിന്നെയും ബാക്കൗട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും സമയം പോയത്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണ പോലെ, അതായത് അത്രയും ആഗ്രഹമുള്ളവര് എന്തെങ്കിലും ചെയ്ത് തുടങ്ങുക. അത് ഇന്നത് അത്ര പെർഫെക്ഷൻ കാര്യങ്ങളൊന്നും ആദ്യം നോക്കാണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ അതൊന്ന് നമുക്ക് ഗ്രാജുവലി ഒരു എന്താ പറയാ ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് തോന്നുമ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാം. അതുവരെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആകെ ഇത്ര കാര്യങ്ങളുള്ളൂ. നിങ്ങൾ ഈ വ്യൂസിനെ പറ്റിയിട്ടോ ആൾക്കാർ എന്ത് പറയും എന്നതിനെ പറ്റിയിട്ടോ അത്രയും ക്വാളിറ്റി കാര്യങ്ങൾ അതുകൊണ്ടോ ഒന്നും നിങ്ങൾ ഇതിലോട്ട് ബാക്കൗട്ട് ചെയ്യാണ്ടിരിക്കുക. അതൊക്കെ താനെ വന്നോളും. എല്ലാവരും ബിഗിനർ സ്റ്റേജിലൊക്കെ എല്ലാവരും പതുക്കെ പതുക്കെ തന്നെയല്ലേ വരുന്നത്. ഞാനും ആ ഒരു സ്റ്റേജിൽ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം, ഞാൻ എൻ്റെ ഒരു ജേണി 1, 2, 3 ആൾക്കാരോട് ഷെയർ ചെയ്തപ്പോൾ അവരും സന്തോഷത്തോടെ ഈ ഒരു യൂട്യൂബ് ജേണി സ്റ്റാർട്ടാക്കി എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, ആരെങ്കിലും ഇനി ഇത് കാണുന്നതോ അല്ലെങ്കിൽ എനിക്കൊരു ചെറിയ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ഉണ്ട്, അപ്പൊ അതിലാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇത് പറയാൻ ഞാൻ വലിയ ആളോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് മിസ്സായിട്ടുള്ള 5 വർഷം, അതേപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട 6-7 വർഷമൊക്കെ ഇത് ആഗ്രഹിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങി, അല്ലെങ്കിൽ 1-2 ചാനൽ വീഡിയോസ് ഇട്ട് പിന്നെ അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാതിരുന്നിരുന്ന കുറേ ആൾക്കാർ ഇപ്പൊ ഇതിലോട്ട് തിരിയും കൂടി ചെയ്തപ്പോഴാണ് ഞാൻ ഇത് നിങ്ങളോടും കൂടി ഇത് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ അതായത് നമുക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിട്ട് കുറേ ഒബ്സ്റ്റക്കിൾസ് കാരണം അല്ലെങ്കിൽ നമ്മളെ കുറേ ഓവർ തിങ്കിങ് കാരണം ഇത് നന്നാവോ, ഞാൻ പ്രസന്റ് ചെയ്താൽ നന്നാവോ, ഞാൻ ഈ വീഡിയോ ഇട്ടാൽ എങ്ങനെയാവും ആൾക്കാർ കാണുക, എന്നെ ആൾക്കാർ കളിയാക്കൂ, അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റി വെക്കുക. ഈ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും, ഇഷ്ടാവും. എന്തുകൊണ്ട് ഞാൻ ഇത്ര ലേറ്റ് ആയെന്ന് നിങ്ങൾക്ക് തോന്നും. എനിക്കത് തോന്നിയോണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം. നിങ്ങൾക്ക് എന്തായാലും തോന്നും. റിസൾട്ടോ കാര്യങ്ങളോ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജേണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും കേട്ടോ. അപ്പൊ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരമാവും ഞാൻ വിചാരിക്കുന്നു. ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും
ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഒരു ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.